ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ വൈബ് ആൻഡ് മീ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജിപ്മറിലെ കൗൺസിലിങ്ങിനെ പറ്റി പറയാനാണ്. അപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിന് വരുമ്പോഴത്തേക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ കൗൺസിലിങ്ങിന് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ റെഡി ആയിട്ട് വേണം വരാൻ. കാരണം ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ഡേ പ്രോസസ്സൊന്നും അല്ല, അത് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പാരൻസുമായിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റേ ചെയ്യാൻ റെഡി ആയിട്ട് വേണം വരാൻ. പിന്നെ കൊണ്ടുവരുന്ന ഡോക്യുമെൻസിൻ്റെ എല്ലാം കോപ്പി ഉണ്ടായിരിക്കണം. ഇവിടെ കൊടുക്കേണ്ടതെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മിനിമം ഒരു 3 കോപ്പിയെങ്കിലും എടുത്ത് വെക്കുക. ആ 3 കോപ്പി എടുത്ത് മിനിമം ആട്ടോ ഞാൻ പറഞ്ഞ 3 കോപ്പിയിൽ നിന്ന് ഒരു അത്യാവശ്യം കോപ്പി എടുത്ത് വെച്ചു, ഒരു 4-5 കോപ്പിയൊക്കെ എടുത്ത് വെച്ചു. കാരണം വേറെ ഒന്നുമില്ല, നമ്മളിവിടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സാണ് നമ്മളിവിടെ എല്ലാം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് തിരിച്ച് കിട്ടുന്നത് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പിന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് തിരിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ ഒരു 4-5 കോപ്പി എടുത്ത് വെച്ചോ, ഒരു സേഫ്റ്റിക്ക്. പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഞാനിവിടെ ഈ വീഡിയോയുടെ കൂടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ 2-3 ഡേയ്സ് പ്രോസസ്സാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒറിജിനൽ ആണോ, അതെല്ലാം വാലിഡ് ആണോ എന്നൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഒറിജിനൽ കോപ്പി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രമിക്കുകയല്ല, ഒറിജിനൽ കോപ്പി തന്നെ കൊടുക്കുക. കാരണം ഒറിജിനൽ കോപ്പിയാണ് അവർ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിപ്പം എല്ലാവർക്കും അറിയാമല്ലോ, അതിന് 6 മാസത്തെ വാലിഡിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ കുട്ടികളും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളായിരിക്കില്ലേ. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ഇപ്പോൾ നിങ്ങൾ ഒരെണ്ണം പുതിയത് എടുക്കുക, പിന്നെ ഒരെണ്ണം നമ്മൾ +2 ഇറങ്ങിയപാട് നമുക്ക് ഒരെണ്ണം കിട്ടൂലേ, അതും വെച്ചേക്കുക. കാരണം 2 വെച്ചേക്കുക, ഒരു സേഫ്റ്റിക്ക് വേണ്ടി 2 വെച്ചേക്കുക. മേ ബി അവർ ചിലപ്പോൾ നമ്മൾ പുതിയത് എടുത്തത് അവർ എന്താ പറയുക വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ +2 കഴിഞ്ഞപ്പോൾ എടുത്ത് അത് മതി എന്ന് പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക 2 വെച്ചേക്കുക, പഴയതും പുതിയതും വെച്ചേക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാവരും കയ്യിൽ വെച്ചേക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ജിപ്മറിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ എന്താ ഒരു ഫോട്ടോ ഒട്ടിക്കണമെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 5-6 ഫോട്ടോ കയ്യിൽ വെച്ചിരിക്കണം. കാരണം അതിൻ്റെ ആവശ്യം വരും, ഇത് കഴിഞ്ഞിട്ടും ആവശ്യം വരും. അപ്പം ഫോട്ടോ എല്ലാവരും വെച്ചേക്കുക. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ ഇത് നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ സെക്കൻഡ് ഡേ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് ഡേ ആണ് നമ്മുടെ ശരിക്കും കൗൺസിലിംഗ് നടക്കാൻ പോകുന്നത്. അതായത് ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ അവർ റോസ്റ്റർ പോയിൻ്റ് ഇടും. അപ്പോൾ അതായത് നമ്മുടെ കാറ്റഗറിയും റാങ്കും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു പോയിന്റ് ഇടും. ആ പോയിന്റ് വെച്ചിട്ട് ഇപ്പോൾ 1 മുതൽ എത്ര കുട്ടികളാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുവരെ എണ്ണമുള്ള കുട്ടികളുടെ അത്രയും നമ്പർ അവരതിലിടും. എന്നിട്ട് നമ്മൾ കൗൺസിലിങ്ങിന് വരുമ്പം, അടുത്ത ദിവസം കൗൺസിലിങ്ങിന് വരുമ്പം ആ പോയിന്റ് അനുസരിച്ചായിരിക്കും അവർ നമ്മളെ എന്താ പറയുക ഇരുത്തുകയും പിന്നെ ആ പോയിന്റ് അനുസരിച്ചായിരിക്കും നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള പരിപാടിയാണ്. ആ നമ്പർ അനുസരിച്ച് നമ്മളവർ വിളിക്കുന്നു, നമ്മളെ സ്റ്റേജിൽ കയറുന്നു. ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാട്ടോ കൗൺസിലിംഗ് ഒക്കെ നടക്കണേ. അപ്പോൾ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയം, അത് നിങ്ങൾ ജിപ്മറിൽ വരുമ്പോൾ തന്നെ ആരടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും എവിടെയാണെന്ന്. അപ്പോൾ അവിടെ പോവുക. എന്നിട്ട് സ്റ്റേജിൽ നമ്മൾ റോസ്റ്റർ പോയിന്റ് വിളിക്കുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറുന്നു. നമ്മുടെ പേരും നമ്മുടെ നീറ്റ് റാങ്കും പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ എടുക്കാൻ താല്പര്യം ആ കോഴ്സും പറയുക, ഇറങ്ങുക. അതാണ് കൗൺസിലിങ്ങിന് നടക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പോട്ട് സെലക്ഷൻ അവിടെ വെച്ച് നമ്മൾ ഏത് കോഴ്സാണോ നമുക്ക് അവിടെ എപ്പോൾ ഉള്ളത് ആ കോഴ്സാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് നമ്മുടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇനി ഏതൊക്കെ കോഴ്സസാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊത്തം ഇവിടെ 12 കോഴ്സസാണ് ഉള്ളത്. അതിൽ BSc നേഴ്സിംഗ്, പിന്നെ BSc നേഴ്സിംഗ് വേറെ തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11 കോഴ്സസ്, അങ്ങനെ മൊത്തത്തിൽ 12 കോഴ്സസ് ഉണ്ട്. അപ്പോൾ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ BSc നേഴ്സിംഗിൽ ടോട്ടൽ 94 സീറ്റ്സാണ് വരുന്നത്. ആ 94 സീറ്റ്സിൽ 85 സീറ്റ്സ് ഗേൾസിനാണ് വരുന്നത്. ബാക്കി 9 സീറ്റ്സാണ് ബോയ്സിന് വരുന്നത്.
ഓക്കെ, നേഴ്സിംഗിൽ മാത്രമേ ഇങ്ങനെ ഒരു ഇതുള്ളൂ, ഗേൾസിന് ഇത്ര സീറ്റ്, ബോയ്സിന് ഇത്ര സീറ്റ്സ് എന്നുള്ളൂ. ബാക്കി പിന്നെ BMLS BSc നേഴ്സിംഗിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റ്സ് വരുന്നത് ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസിലാണ്. അത് 37 സീറ്റ്സ് ആണ്. അതിലിങ്ങനെ ഗേൾസ് ബോയ്സ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള കോഴ്സസ് ഇല്ല. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അനസ്തേഷ്യ ടെക്നോളജി, ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി, കാർഡിയക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, ന്യൂറോ ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി. ഈ കോഴ്സസിലൊക്കെ എല്ലാ കോഴ്സിലും, അതായത് ഇപ്പം അനസ്തേഷ്യ ടെക്നോളജി എടുത്താൽ അതിൽ 5 സീറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 5 സീറ്റ്സ് മാത്രമേ ഈ ബാക്കിയുള്ള കോഴ്സുകളിലും ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സീറ്റ്സിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്പോർട്സ് സെലക്ഷനാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. കാരണം ഇനി ഇന്ന കോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ കോഴ്സ് എടുക്കും എന്നൊരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ആദ്യം നിങ്ങളോട് പറയുന്നത്. കാരണം അത് നല്ല ഹെൽപ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ റൂസ്റ്റർ പോയിന്റ് വിളിക്കുന്ന ടൈമിൽ മേ ബി നിങ്ങൾക്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന കോഴ്സ് മേ ബി ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോവാതെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൂടെ. അപ്പം അതുകൊണ്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി തന്നെ വരണം കേട്ടോ എല്ലാവരും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഫീസിൻ്റെ കാര്യങ്ങളാണ് പറയേണ്ടി വരുന്നത്. ഫീസിൻ്റെ കാര്യങ്ങൾ പറ്റി നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അക്കാഡമിക് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക 11,410 രൂപയാണ്. അതാണ് നമ്മൾ അക്കാഡമിക് ഫീസ് കൊടുക്കേണ്ടി വരിക. അത് നമ്മൾ ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. അപ്പം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരിക്കണം, അല്ലാതെ നമ്മളിവിടെ നേരിട്ട് ക്യാഷ് കൊടുക്കാൻ പറ്റില്ല, ഓൺലൈൻ പേയ്മെൻറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്റ്റൽ ഫീസ് വരിക. ഹോസ്റ്റൽ ഫീസ് എല്ലാം കൂടെ, അതായത് ഒരു വർഷത്തേക്ക് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ്, 20,000 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ അതാണ് ഫീസിൻ്റെ കാര്യത്തിൽ വരും. ഇതെല്ലാം ഒരു ആദ്യത്തെ വർഷം കേട്ടോ. രണ്ടാമത്തെ വർഷം തൊട്ട് നമുക്ക് ഇത്രയും കൊടുക്കേണ്ടി വരില്ല. ഫസ്റ്റ് ഇയർ അക്കാഡമിക് ഫീസ് 11,410, ഹോസ്റ്റൽ ഫീസ് 20,000. ഇത് ആരും മറക്കരുത് കേട്ടോ, കാരണം കയ്യിൽ പൈസ കരുതിയിട്ട് വേണം വരാൻ. തേർഡ് ഡേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി തേർഡ് ഡേ എന്ന് നടക്കാൻ പോകുന്നത് മെഡിക്കൽ ചെക്കപ്പാണ്. മെഡിക്കൽ ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഡീപ്പായിട്ടൊന്നുമല്ല, എന്താ പറയുക, ഒരു റൊട്ടീൻ ചെക്കപ്പ് പോലെ നടത്തുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നമ്മളെ ചെക്ക് ചെയ്യുന്നു വിടുന്നു, അത്രേ ഉള്ളൂ. അതാണ് മെഡിക്കൽ ചെക്കപ്പ്. അപ്പോൾ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത് പിന്നെ നമുക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇവിടെ വരുന്ന കുട്ടികൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നമുക്കൊരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലാസ്സിന് വരാൻ കണക്കാക്കി വേണം നിങ്ങൾ വരാൻ. കാരണം പിന്നെ നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല, നാട്ടിൽ പോകാനുള്ള ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല. അപ്പം വരുന്നവർ ഇപ്പോൾ നമുക്കൊരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ജോയിൻ ആവാൻ കണക്കാക്കി വേണം വരാൻ. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ കണക്കാക്കി വരണം. പിന്നെ നമുക്കൊരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് ക്ലാസ്സിന് കയറണം, അതും വരണം, അതിനും കണക്കാക്കി വരണം. ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യാനൊക്കെ കണക്കാക്കി വരണം. പിന്നെ നമ്മുടെ ക്യാഷിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഡോക്യുമെൻസിൻ്റെ എല്ലാം ഒരു 5-6 കോപ്പിയെങ്കിലും എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അത്യാവശ്യം കയ്യിൽ കരുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.